രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരായ എഫ്ഐആറിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. യുവതിയെ 2 തവണ ബലാത്സംഗം ചെയ്തത് തൃക്കണ്ണാപുരത്തെ ഫ്ളാറ്റിൽ വെച്ച്. അതിക്രമ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തി, പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്നും ഭീഷണി മുഴക്കി. പിന്നീട് പാലക്കാട്ടെ ഫ്ളാറ്റിലെത്തിച്ച് ദൃശ്യങ്ങൾ കാണിച്ച് ബലാത്സംഗം ചെയ്തെന്നും എഫ്ഐആറിൽ. പരാതിക്കാരിയുടെ മൊഴി. പരാതിക്ക് പിന്നാലെ ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിലിനായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് മൊഴിയിൽ പറയുന്നത്. നിർബന്ധിത ഗർഭഛിദ്രം, ബലാത്സംഗം, വിശ്വാസവഞ്ചന തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തത്. ഭാരതീയ ന്യായ സംഹിത 64 പ്രകാരം ബലാത്സംഗം 89, നിർബന്ധിത ഗർഭഛിദ്രം 316, വിശ്വാസവഞ്ചന 116, ദേഹോപദ്രവം ഏൽപ്പിക്കൽ 329, വീട്ടിൽ അതിക്രമിച്ചു കിടക്കൽ 351, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളും IT ആക്ട് 66 പ്രകാരം ഫോണിലൂടെ ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തത്. തിരുവനന്തപുരത്തും പാലക്കാടുമായി 3 രാഹുൽ യുവതിയെ ബലാത്സംഗം ചെയ്തുവെന്നും യുവതി പരാതിപ്പെടുന്നു. ആദ്യം തിരുവനന്തപുരം തൃക്കണ്ണാപുരത്തെ യുവതിയുടെ ഫ്ളാറ്റിൽ വെച്ച് പീഡിപ്പിച്ച ശേഷം ദൃശ്യങ്ങൾ പകർത്തി 2 തവണയാണ് ഇവിടെ വെച്ച് പീഡിപ്പിച്ചത്. പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് രാഹുൽ ഭീഷണി മുഴക്കി. പിന്നീട് പാലക്കാട് ഫ്ളാറ്റിലെത്തിച്ച് ദൃശ്യങ്ങൾ കാണിച്ച് ബലാത്സംഗം ചെയ്തുവെന്നും യുവതി പരാതിപ്പെടുന്നു. 2025 മെയ് 30 രാഹുലിന്റെ സുഹൃത്ത് കാറിലെത്തി ഗർഭചിത്രത്തിന് മരുന്ന് നൽകി. തുടർന്ന് വീഡിയോ കോളിൽ വിളിച്ച് മരുന്ന് കഴിച്ചു എന്ന് രാഹുൽ ഉറപ്പുവരുത്തിയെന്നും എഫ്ഐആറിൽ പറയുന്നു. യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്ത് ജോബി ജോസഫിനെതിരെയും പോലീസ് കേസെടുത്തു. ജോബിയാണ് യുവതിക്ക് ഗുളിക നൽകിയത്. അതേസമയം പരാതിക്ക് പിന്നാലെ ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി അന്വേഷണം ഊർജിതമാക്കി. രാഹുലിനായി പോലീസ് ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചു. വിദേശത്ത് കടക്കാതിരിക്കുന്നതിനായാണ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത്. ജനം, തിരുവനന്തപുരം.